പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസ്യർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിക്ഷിപ്തമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹോദരർക്കോ ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠനായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധിതരെ കുറ്റം വിധിക്കുകയില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. ഈ വാചന ഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് യേശു പറയുന്നുണ്ട്. നമ്മുടെ ഓരോ ബലിയർപ്പണവും നമ്മുടെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട്, കരുണ നിറഞ്ഞതായിട്ട്, സ്നേഹം നിറഞ്ഞതായിട്ട്, നീതി നിറഞ്ഞതായിട്ട് നയിക്കണം. കാരണം യേശു തന്നെ അതിന് മാതൃക നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം യേശു കരുണയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും ദൈവം നമ്മെ കുറ്റപ്പെടുത്താതെ നമ്മോട് കരുണ കാണിക്കാറുണ്ട്. നമ്മളെല്ലാവരും കരുണയുള്ളവരാകാം, മറ്റുള്ളവരോട് കരുണ കാണിക്കാം. നമ്മുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ ആ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.